വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കുക്കീസാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഷോർട്ട് ബ്രെഡ് കുക്കീസ് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ കുക്കീസ് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പം ആദ്യം തന്നെ അവൻ പ്രീഹീറ്റ് ചെയ്യുക. 170 ഡിഗ്രിയിൽ ടോപ്പും ബോട്ടം കോയിലും കൂടെ ഓണാക്കി ഇടുക. ഇനി നമുക്കൊരു ബോൾ എടുക്കാം. ബോളിലേക്ക് ഒരു 100 ഗ്രാം ബട്ടർ. ഞാനിപ്പോൾ എടുത്തേക്കുന്ന അൺസോൾട്ടഡ് ബട്ടറാണ്. റൂം ടെമ്പറേച്ചറിൽ എടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ സോൾട്ട്, 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ബീറ്റർ കയ്യിലില്ലാത്തവർ അത് അറിയേണ്ട ആവശ്യമില്ല. സ്പാറ്റിലയോ അല്ല സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ക്രീം ചെയ്യുക. ബട്ടർ ഷുഗർ നന്നായിട്ട് ക്രീം ചെയ്യുക. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് മൈദ. ഇവിടെ എടുത്തേക്കുന്ന 1.5 കപ്പാണ്. വെയ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ 200 ഗ്രാം മൈദ അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇപ്പം ഷോർട്ട് ബ്രെഡ് കുക്കീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് ഈ ഒരു 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ: മൈദ, ഷുഗർ, ബട്ടർ. ലൈറ്റായിട്ട് ബീറ്റ് ചെയ്യാം. കൈ യൂസ് ചെയ്ത് ഒന്ന് കുഴച്ച് ഡോ പോലെ ആക്കിയെടുക്കുക. ഇത് കൊച്ചു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റിയൊരു കുക്കിയാണ് ഷോർട്ട് ബ്രെഡ് കുക്കി. ഓക്കെ, ഡോ ആക്കി. ഇനി ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പരത്തിയെടുക്കണം. ഒരു 1/4 ഇഞ്ച് തിക്നെസ്സിൽ നമുക്ക് ഇത് പരത്തിയെടുക്കാം. നമുക്ക് ഈ ഡോ പരത്തുമ്പോൾ 2 ബട്ടർ പേപ്പറിൻ്റെ ഇടയിലിട്ട് പരത്തിയാൽ നമുക്ക് ഇച്ചിരി എളുപ്പമാണ്. ഒരു 1/4 ഇഞ്ച് തിക്നെസ്സിൽ പരത്തിയെടുക്കാം. ഇനി നമുക്ക് 1/4 ഇഞ്ച് തിക്നെസ്സിൽ പരത്തി. ഇനി നമുക്ക് ഇത് ബിസ്ക്കറ്റ് കട്ടേഴ്സ് അല്ലെ കുക്കി കട്ടേഴ്സ് വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. കുക്കി കട്ടേഴ്സ് പല ഷേപ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇഷ്ടമുള്ള ഷേപ്പ് യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ബേക്കിംഗ് ട്രേയിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാം. ബേക്കിംഗ് ട്രേയിൽ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. അല്ല എങ്കിൽ ജസ്റ്റ് ബട്ടർ അപ്ലൈ ചെയ്താലും മതി. ഈ എക്സസ് ഡോ ഉള്ളത് മാറ്റുക. ഓരോ കുക്കീസായിട്ട് എടുത്ത് ട്രേയിലേക്ക് വെക്കുക. ബാക്കിയുള്ള ഡോ വീണ്ടും കുഴച്ച് വീണ്ടും ഇതേപോലെ തന്നെ 1/4 ഇഞ്ച് തിക്നെസ്സിൽ പരത്തുക.
നമ്മൾ കുക്കീസ് എല്ലാം ഷേപ്പ് ചെയ്ത് 2 ട്രെയിലായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചു. ഈ അളവിൽ ഏകദേശം ഒരു 37-38 നമ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 170 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ ടോപ്പ് ആൻഡ് ബോട്ടം കോയിൽ, എന്നിട്ട് നടുക്കത്തെ റാക്കി വെച്ചിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട്. ഷോർട്ട് ബ്രെഡ് കുക്കീസ് എല്ലാം നമ്മൾ അവനിൽ നിന്ന് എടുത്തു. 10-15 മിനിറ്റ് എടുത്ത സമയം ബേക്കിംഗ് ടൈം. അതിനുശേഷം കൂളായ ശേഷം ഇതാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത്. കുക്കീസിൻ്റെ കറക്റ്റ് കളർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കളറാണ്. ഇനി നമുക്കതൊരു ബോട്ടിലേക്ക് മാറ്റാം. നമുക്ക് ഈ ഒരു ബോട്ടിൽ ഫുൾ കുക്കീസ് കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞു 37-38 നമ്പേഴ്സ് ഓഫ് കുക്കീസാണ് ഈ അളവിൽ കിട്ടുക. അപ്പോൾ ഇത് കൂളായ ശേഷം നന്നായിട്ട് അടച്ച് വെക്കുക. ഇത് 2 ആഴ്ച കേട് കൂടാണ്ടിരിക്കും, ഒട്ടും ടേസ്റ്റ് മാറാണ്ടിരിക്കും. ഇത് ടേസ്റ്റ് എന്ന് പറയുന്നത് വളരെ മൈൽഡായിട്ടുള്ള ഫ്ലേവറാണ്. ബട്ടറിൻ്റെ ഫ്ലേവറാണ് മുമ്പിൽ നിൽക്കുക. ചെറിയൊരു മധുരവും ഒക്കെ ആയിട്ടുള്ള കുക്കീസാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നല്ല വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.